ടിക്ടോക്കിൽ തീപ്പന്തലിലേക്ക് പോകുന്നു കിലടല്ല നമ്മുടെ ആമി അശോകിനെ അറിയില്ല എന്ന് വെച്ചാൽ റീലൊക്കെ ചെയ്ത് ഹിറ്റ് പണ്ട് ടിക്ടോക്കിലൊക്കെ വൈറലായിരുന്ന ഒരു കുട്ടി മനസ്സിലായി. എപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ട്രെൻഡ് എന്താ വെച്ചാൽ നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടിയാണ് മനസ്സിലായില്ലേ. ഞാൻ ഈ കുട്ടീനെ കാണുന്നത് ടിക്ടോക്കിലാണ് കിലടല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്ടോക്കിൽ അതൊരു പാട്ട് വന്ന സമയത്ത് തലയൊക്കെ ഇങ്ങനെ ആക്റ്റീവ് കളിക്കുന്ന ഒരു കുട്ടിയായിരുന്നു സംഭവം. അപ്പോൾ ആ ഒരു വീഡിയോ ഈ കുട്ടി ക്ലിക്ക് ആയത് മനസ്സിലായി. നമ്മൾ ടിക്ടോക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, റീൽ കാണാൻ മാത്രം കിലടല്ല വീഡിയോ കാണാനില്ല, നമ്മൾ ടിക്ടോക്കൊന്നും ചെയ്തിട്ടില്ല മനസ്സിലായില്ലേ. അപ്പോൾ ആ സമയത്ത് റീച്ച് ആയിരുന്ന വ്യക്തിയല്ല ഒരു കുട്ടിയായിരുന്നു ആമി അശോക് എന്ന് പറഞ്ഞിട്ട്. ആ കുട്ടിക്ക് ഏകദേശം 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞു കിലടല്ല. അതിനുശേഷം ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ആയി, കുറേ പ്രശ്നങ്ങളൊക്കെ ആയി, ബ്രേക്കപ്പ് അങ്ങനത്തെ സംഭവങ്ങൾ മനസ്സിലായി. സ്വാഭാവികമായി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കണം കുറേ പ്രശ്നങ്ങളൊക്കെ ആ കുട്ടി നേരിട്ടിട്ടുണ്ട് മനസ്സിലായി. ചെറുപ്രായമാണ്. അപ്പോൾ ആ കുട്ടി ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കിലടല്ല. അപ്പോൾ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇപ്പോൾ വലിയ ഇന്റർവ്യൂ ആണ്, ചെറിയ ഷോർട്ട് സാധനങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതൊരു 5 മിനിറ്റ് വീഡിയോ, ഡിവോഴ്സ് പിന്നീടുണ്ടായ ബ്രേക്കപ്പ് ആമിയുടെ ജീവിതത്തിൽ സംഭവിച്ചെന്നൊക്കെ പണ്ട് ഒരു വീഡിയോ ഇട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഞാൻ ബാക്കി പറയാം കേട്ടല്ലോ. പ്രായത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചോദിക്കുന്നതിന് ഓപ്പൺലി പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും യൂട്യൂബിൽ അങ്ങനെ കേട്ടോ. അപ്പോൾ ആ പ്രായത്തിൽ 18 വയസ്സ് തന്നെ ആ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞു, പിന്നെ അതൊരു ചാപ്റ്റർ ക്ലോസ്. അപ്പൊ ഇപ്പോഴത്തെ ചില പിള്ളേരുണ്ട് ഈ പാരന്റ്സ് നിർബന്ധിച്ച് അവർക്ക് താല്പര്യമില്ലാത്ത കല്യാണത്തിൽ ഏർപ്പെട്ട് കുറെ ന്യൂസ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ളവർക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ ഇപ്പൊ താല്പര്യം ഇല്ലാതെ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ നമ്മുടെ ലൈഫ് എന്താണ്, മാരേജ് ലൈഫ് എന്താണ്, അത് കഴിഞ്ഞിട്ട് പാർട്ണർ കൂടെയുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാത്ത കുട്ടികളൊക്കെ കല്യാണം കഴിച്ച് വിടലേന്ന് ഞാൻ പറയുള്ളൂ. ഒരു റിക്വസ്റ്റ് ആയിട്ട് ഞാൻ പറയുള്ളൂ. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കണ പോലെ, ഈ പാരന്റ്സ് വിചാരിക്കണ പോലെ ചിലപ്പോൾ അവർ വിചാരിക്കും നല്ല ഹാപ്പി ലൈഫ് കിട്ടണവരുണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾ ചില 18 വയസ്സിലുള്ള അവിടെ കല്യാണം കഴിച്ച് പൊന്നുപോലെ നോക്കുന്ന മനുഷ്യന്മാരുണ്ട്. അങ്ങനെയല്ല, നോർമലി പറയുകയാണെങ്കിൽ താല്പര്യം ഇല്ലാണ്ട് കഴിക്കുകയാണെങ്കിൽ അവർ ബാക്കിയുള്ള ലൈഫൊക്കെ അവിടെ ഒരു മധുരം നൽകാൻ പോലെ, അല്ലെങ്കിൽ ചിലപ്പോൾ ചെക്കൻ്റെ തലക്കായിരിക്കും ഈ പെണ്ണ് താല്പര്യം ഇല്ലാണ്ട് കല്യാണം കഴിച്ച്. അപ്പം ടോട്ടലി നോക്കുകയാണ് അതൊക്കെ താല്പര്യം ഇല്ലാണ്ടും അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എതിർപ്പാണ്. ഒരിക്കലും ഞാൻ എനിക്കിപ്പോൾ എന്താണ് കുട്ടിയാൽ അവൾക്ക് ഓക്കെ ആണ്, അവൾ മെന്റലി ആയാലും ഫിസിക്കലി ആയാലും ഓക്കെ ആവുന്ന സമയത്ത് ഞാൻ അവളെ മാരേജിന് വേണ്ടിയിട്ട് ഒന്നും പറയുള്ളൂ. അത്ര വരെ അവള് ഇഷ്ടത്തിന് നടത്തില്ല. അപ്പൊ അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ നെഗറ്റീവും വരും പോസിറ്റീവ് വരും, അതെങ്ങനെയാണ് എടുക്കുന്നത്? നെഗറ്റീവ് ഒന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. കാരണം എപ്പോഴായാലും എന്ത് കഴിഞ്ഞാലും കുറ്റം പറയാൻ ആൾക്കാരുണ്ടോ, അതുകൊണ്ട് നെഗറ്റീവ് പ്രശ്നമില്ല. പിന്നെ പോസിറ്റീവ് കമന്റ്സ് മാത്രമേ ഞാൻ അധികം ശ്രദ്ധിക്കാറുള്ളൂ. അത്രയും സൈറ്റായിട്ടുള്ള നെഗറ്റീവ് കമന്റ്സ് മാത്രമേ റിപ്ലൈ കൊടുക്കാറുള്ളൂ. പോസിറ്റീവ് കമന്റ്സിന് പിന്നെ റിപ്ലൈ ചെയ്യുന്ന ആളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാർ ഭയങ്കര കെയർ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടന്മാരുണ്ട്. പണ്ട് ഇപ്പം ടിക്ടോക്കിൽ ചുരിദാറാക്കിയിട്ടുണ്ട്, പെട്ടെന്ന് ഇപ്പൊ മോഡേൺ ആയപ്പോ അങ്ങനത്തെ കുറെ അമ്മമാരാണ് പിന്നെ ആൾക്കാരൊക്കെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നു തോന്നുന്നു. പിന്നെ എനിക്ക് ഡ്രസ്സിങ്ങിന് ആൾക്കാർ പറയുമ്പോൾ എനിക്കൊന്നും ഇതാവില്ല, കാരണം എന്റെ വീട്ടിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്റെ ഇഷ്ടമാണ്, എന്റെ റൈറ്റ് ആണ്, എനിക്ക് എന്ത് ഇഷ്ടമുള്ളത് എന്നുള്ളതൊക്കെ എന്റെ റൈറ്റ്സ് ആണ്. അപ്പം ആർക്കും എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പം ഇൻസ്റ്റാഗ്രാമില് റീൽസ് പ്രപ്പോസലോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇഷ്ടംപോലെ വരുന്നുണ്ട്. കല്യാണം കഴിക്കണം വീട്ടിലായാലും ചോദിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ നോ മാരേജിന്റെ ആളാണ്. അപ്പൊ മാരേജ് കല്യാണം കഴിച്ചോട്ടെ ആമിന്ന് കേൾക്കുമ്പോൾ എന്താ പറയുന്നത്? വേണ്ടാ, നോ ബ്രദർ, നോ താങ്ക്സ് പറയും. എല്ലാരും ബ്രദർ എന്ന് വിളിക്കും. ഞാൻ ആദ്യം തന്നെ കളർത്തി കൊടുക്കും. ഓക്കെ, അപ്പൊ ഇവരിങ്ങനെ ചോദിക്കുമ്പോൾ എന്താ ആമി കല്യാണം വേണ്ടാന്ന് പറയുന്നത്? അല്ല, എനിക്ക് കുറെ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്നത് എനിക്ക് പേടിയാണ്. ശരിക്കും പറഞ്ഞാൽ മാരേജ് എന്നുള്ള സംഭവത്തിനോട് പേടിയാണ്. പിന്നെ അത്രയും ഞാൻ വിചാരിക്കുന്ന ടൈപ്പ് ഒരാൾ വരട്ടെ എന്ന് വിചാരിച്ചാണ്. ഇപ്പൊ പറഞ്ഞു ജീവിതത്തിൽ കുറെ ഇതായിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ പണ്ട് നമ്മുടെ അടുത്ത് എന്തെങ്കിലും കാണിച്ചവർ ഇപ്പം ആമി കൊള്ളാം, ഇപ്പൊ ഇങ്ങനത്തെ ഇതിലൊക്കെ എത്തിയല്ലോ, കൺഗ്രസ് അങ്ങനെ എന്തെങ്കിലും പറയാം. ചിലർ വന്നിട്ട് പറയാം ആമിനെ എനിക്ക് പണ്ട് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ കുടുംബത്തിൽ ചിലവര് പണ്ടൊന്നും മൈൻഡ് ആക്കാത്തവർ, എന്നെ മാത്രമല്ല അമ്മേനെ പോലും മൈൻഡ് ആക്കാത്ത കുറെ വീട്ടുകാരുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഇപ്പം എന്ത് പ്രോഗ്രാം ഇപ്പൊ മരണച്ചടങ്ങാണെങ്കിൽ പോലും ആമി വന്നിട്ടില്ലേ, ആമി എന്നാണ് വിളിക്കട്ടെ, ശരിക്കും പേര് പോലും ആമി വന്നിട്ടില്ലേ, അങ്ങനത്തെ ടൈപ്പ് സംസാരമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ആമിയുടെ കമന്റ് ബോക്സിൽ കുറച്ച് ഒരു 4-5 മാസമായിട്ട് വരുന്ന ഒരു കമന്റ്സ് ഉണ്ട്. അറിയാലോ എന്താണ് ബ്രേക്കപ്പ് അല്ലെങ്കിൽ അതിനുശേഷം ഡിപ്രഷൻ ആണ്. ഇപ്പൊ ആമി കുറച്ച് വിഷമം വരുന്ന റീൽസ് ഇടുമ്പോൾ അതിന് ആൾക്കാർ ചോദിക്കാറുണ്ട് അത് ബ്രേക്കപ്പ് റിലേറ്റഡ് ആണോ, അത് ചുമ്മാ കണ്ടില്ല. അത് അവനായാലും എന്റെ വീഡിയോ എടുത്ത് സ്റ്റോറി ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ആക്ടിങ് മാത്രമാണ്, ഇവർക്ക് പോയിട്ട് എന്നെ മെൻഷനാക്കി കമന്റ് ഇടുകയോ അല്ലെങ്കിൽ ഞങ്ങളെ റിലേറ്റഡ് ആയിട്ടൊന്നും ചെയ്യേണ്ട പറഞ്ഞിട്ടുണ്ട്. കാരണം ബ്രേക്കപ്പ് റിലേറ്റഡ് ഞാൻ ആ ഒരു വിഷയം ഒരിക്കലും അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അതിൽ വെച്ച് സിമ്പിൾ കാണിക്കണം എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ കുറച്ച് ആക്ടിംഗ് ഫീൽഡിലേക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് സിനിമ എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പം കുറച്ചും കൂടി പണ്ടത്തെ പോലെ ലിപ്സിംഗ് ചെയ്ത് നടന്നതൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് ഇമോഷണൽ സീൻസ് എടുത്ത് ചെയ്യണമെന്നുള്ളൂ. പിന്നെ അത് ഞാൻ ചെയ്യുമ്പോൾ മേബി എന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അത് കണ്ണിൽ വരുന്നു, അല്ലെങ്കിൽ അതൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അത് റിലേറ്റഡേ അല്ല. ഞാൻ കമന്റ് ബോക്സിൽ ആരും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ക്യാപ്ഷൻ ചെയ്താറുണ്ട് ഇത് റീല് മാത്രമായിട്ട് കാണാം, കണ്ടന്റ് ആയിട്ട് മാത്രം കാണാം. എന്നിട്ട് ആൾക്കാർ വന്നിട്ട് പറയും അയ്യോ ഇതാണല്ലേ എന്ത് പറയാനൊന്നുമില്ലല്ലോ. എല്ലാവരും ഡൗട്ടാണ് ആമി ഇപ്പം ഡിപ്രഷൻ ആണോ, വിഷമാണോ, ഹാപ്പി ആണോ, ബ്രേക്കപ്പ്? ഞാൻ പേഴ്സണൽ ആയിട്ടൊന്നും ചോദിക്കുന്നില്ല, ഞാൻ ആൾക്കാർ കമന്റ് ബോക്സിൽ വരുന്ന കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയാം നമുക്ക് പേഴ്സണൽ കാര്യം ബ്രേക്കപ്പ് നമുക്ക് ഓപ്പൺലി പറയാൻ പറ്റില്ല, എന്താണ് റീസൺ ബ്രേക്കപ്പ് ആയത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ആമി ഇപ്പൊ ഹാപ്പി ആണോ, ഡിപ്രഷൻ ആണോ? ഇടയ്ക്ക് ഓരോ സ്റ്റോറീസും റീൽസും ഒക്കെ ഇടാറുണ്ടല്ലോ, അപ്പം അതിനെന്താണ് പറയാനുള്ളത് അവർക്ക്? ഡിപ്രഷൻ എന്നുള്ളതൊന്നല്ല, ഡിപ്രഷൻ ഒരുപാട് മീനിങ് ഉണ്ട്. ആ സംഭവങ്ങളൊന്നും എനിക്ക് ആയിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്റേതായ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്, പിന്നെ ഫാമിലിന്റെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, ഫിനാൻഷ്യലി കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ കൊണ്ട് ഒരു ഇതുണ്ടല്ലോ, പണ്ടത്തെ പോലെ ആക്റ്റീവ് അല്ല, പണ്ടത്തെ പോലെ ഹാപ്പി അല്ലാന്നേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ എന്റെ ലൈഫ് അടിച്ച് വിളിക്കുന്നുണ്ട്, എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, ഫാമിലിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, ലൈഫ് സെറ്റ് ആയിട്ട് പോകുന്നുണ്ട്. സങ്കടം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഡിപ്രഷൻ ഒന്നുമില്ല. അപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് വരുന്നത്, ഈ നെഗറ്റീവ് കമന്റ്സ് വരുന്ന പറഞ്ഞാൽ എന്താ ആമിക്കുള്ള ക്യാമറ നോക്കി പറയാം, എന്തായാലും കാണും, അത് ചെറുക്കമെന്റ് ഇടാനും വരും. അപ്പൊ എന്താ പറയുക, ഇപ്പോഴും പറഞ്ഞു അടിച്ചു കയറി. അപ്പോൾ അതാണ് കിലടർ മനസ്സിലായി. ഇന്റർവ്യൂ നോർമലി ഒരു ഇന്റർവ്യൂ തന്നെയാണ് മനസ്സിലായത്. പിന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ആമി അശോകിന്റെ ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ട് കുറെ കാലങ്ങളായി മനസ്സിലായത്. എന്ന് വെച്ചാൽ ആമി ആ സമയത്ത് ട്രെൻഡിങ് ആവുന്ന സമയത്ത് ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, പക്ഷേ ഇവരൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആമിയുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ എന്താ വെച്ചാൽ നമുക്കൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം എന്നൊരു മൈൻഡ് സെറ്റിൽ ഞാൻ എടുത്താണ് കേട്ടല്ലേ.
അപ്പം എന്താണെന്ന് വെച്ചാൽ ആമിയുടെ ലൈഫിൽ കുറേ സംഭവങ്ങൾ സംഭവിച്ചു, മനസ്സിലായി. കല്യാണം, അതിനുശേഷം ഡിവോഴ്സ്, പിന്നെ ബ്രേക്കപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ പൊതുവെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുള്ളത്, ഇപ്പോൾ നമ്മളൊരു സംഭവത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ്, ഇപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ വീഡിയോ എടുക്കൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ, അപ്പോൾ കുറേ നെഗറ്റീവ്സ് ഒക്കെ വരും, മനസ്സിലായില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആമി പറഞ്ഞ പോലെ നെഗറ്റീവ് കമൻസ് ഒക്കെ വരുന്നത് പറഞ്ഞതുകൊണ്ടാണ്, മനസ്സിലായി. നെഗറ്റീവ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ കുറേ വരും, പക്ഷെ നമ്മളൊന്നും മൈൻഡാക്കാൻ പറ്റില്ല. നമ്മൾ ആ പോസിറ്റീവ് വൈബിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, മനസ്സിലായില്ലേ. അപ്പോൾ ആമി എന്ന കുട്ടി ഇനി മുന്നോട്ട് ജീവിതത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല, എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. ചില പെൺപിള്ളേനൊക്കെ റീൽ ഞാൻ കണ്ടിട്ട്, ചിലവരെല്ല കുറേ ആൾക്കാർ റീൽ കണ്ടിട്ടുണ്ട്. ചെറുതൊന്നും തുമ്മിയ ലൈക്ക്, അത് ലൈക്ക്, ഇത് ലൈക്ക്. പക്ഷേ ചില വീഡിയോസൊക്കെ ആമിയുടെ കണ്ടത് അത്യാവശ്യം നല്ല ഒരു ഇതിൽ കുഴപ്പമില്ലാത്ത വീഡിയോസൊക്കെ മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഇന്റർവ്യൂ എടുത്ത് എന്ന് വെച്ചാൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ കാരണം, മനസ്സിലല്ലേ. അപ്പോൾ അതാണ് ഇല്ലായിരുന്നത്. എല്ലാവരുടെ ജീവിതത്തിൽ നടക്കുന്ന പോലെ തന്നെ ചിലർക്കും നടക്കുന്നുണ്ട്. അപ്പോൾ ആമിയുടെ ജീവിതത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സ് തന്നെ കല്യാണം കഴിഞ്ഞു, അതിനുശേഷം ഡിവോഴ്സ്, പിന്നെ കാര്യങ്ങൾ, കുറേ പ്രശ്നങ്ങൾ, അതൊക്കെയാണ്. പിന്നെ നമ്മൾ വെറുതെ റിയാക്ട് ചെയ്തുള്ളൂ ഇടടെ. അപ്പോൾ